കേൾക്കുന്ന പ്രിയ ദൈവജനങ്ങളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, യൗവനക്കാരെ, ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, നമുക്ക് ഉയർച്ചകളും വളർച്ചകളും ജീവിതത്തിൽ വരാതെ സർവത്ര പരാജയങ്ങൾ വരുമ്പോൾ, രോഗപീഠകളാൽ നമ്മൾ വലയുമ്പോൾ, പലവിധത്തിലുള്ള ശത്രുഭീതികളെ കൊണ്ട് നമ്മൾ നിറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് യാതൊരു തരത്തിലുള്ളതായ ഉന്നതിയും ജീവിതത്തിൽ ഉണ്ടാകാതെ വരുമ്പോൾ, പലവിധമായ രോഗപീഠകളാൽ ഒരു ഭാരപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് നിങ്ങളുടെ കടന്നു വരികയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങൾക്കെതിരെ ആഭിചാരങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പലതരത്തിലുള്ള കൂടോത്ര മന്ത്രവാദ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെതിരെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഉയർച്ച വരാതെ, ജീവിതത്തിൽ എപ്പോഴും തളർച്ചയും, ജീവിതത്തിൽ എപ്പോഴും കഷ്ടതകളും തിന്മകളും മാത്രം അനുഭവിക്കുവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ളതായ കൂടോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല. കാരണം നിങ്ങൾ കുഞ്ഞാടിൻ്റെ രക്തത്താലും മുദ്രയിടപ്പെട്ടവരാണ്. നിങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാണ്. നീ രാജകീയ പുരോഹിത വർഗത്തിൻ്റെ ഭാഗമാണ് നീ എന്നുള്ള കാര്യം നീ ഒരിക്കലും മറക്കരുത്. കാരണം മോശ അഹരോനും കൂടെ കർത്താവിനെ സേവിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ അഹരോന് ശുശ്രൂഷ പുരോഹിതനായിരുന്നു, എന്നാൽ മോശ രാജപുരോഹിതനായിരുന്നു, രാജപുരോഹിത വർഗമായിരുന്നു, ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് മനസ്സിലാക്കാനുള്ള കാര്യം, അഹ്റോൻ മോശ പറയുന്നതിന് അപ്പുറമായിട്ട് ഒരു കാര്യവും ചെയ്തില്ല. മോശ ദൈവത്തെ കണ്ടവനായിരുന്നു. അഹ്റോനേക്കാൾ കൂടുതൽ ദൈവത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയും, ദൈവത്തിൻ്റെ കൽപ്പനകളെ വഹിച്ചും കൊണ്ട് ഇസ്രായേൽ ഗൃഹത്തിന് കൊടുത്തതും അഹ്റോൻ ആയിരുന്നില്ല, മറിച്ച് മോശയായിരുന്നു. മോശ ഒരു പുരോഹിതനായിരുന്നില്ല, അവൻ രാജപുരോഹിതനായിരുന്നു, ശുശ്രൂഷ പുരോഹിതനല്ല. അപ്പൊ അവൻ അത്രയ്ക്കും പവറാണ് അവനുള്ളത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിനക്കുള്ള അത്രയും പവർ വേറെ ആർക്കുമില്ല. കർത്താവ് നിന്നെ ഒരു പുരോഹിതനാക്കി വെച്ചിരിക്കുക, നീ അത് മറക്കരുത്. അതുകൊണ്ട് നിന്റെ ശത്രു, അല്ലെങ്കിൽ നിന്റെ അയൽവക്കക്കാർ, അല്ലെങ്കിൽ നിന്റെ തൊഴിൽ ഇടത്തിലുള്ളവര്, അല്ലെങ്കിൽ നീ പഠിക്കുന്നതിന്റെ കൂട്ടത്തിലുള്ളവര് നിനക്ക് ഏത് തരത്തിലുള്ളതായ ആഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും നിനക്ക് ഫലിക്കുകയില്ല. കാരണം സംഖ്യാപുസ്തകത്തില് കർത്താവ് കൃത്യമായിട്ട് 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തില് ബാലാക്ക് ബിലയാമിനെ ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബിലയാമിനോട് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയുകയാണ്, ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് ഫലിക്കുകയുമില്ല. അപ്പം ആഭിചാരം ഒരിക്കലും യാക്കോബിന് പറ്റുകയില്ല. യാക്കോബ് നമുക്കാർക്കും ഈ കർത്താവിനോട് ചേർന്ന് മക്കൾക്ക് ഒരിക്കലും ആഭിചാരം ഏൽക്കുകയില്ലെന്നേ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക. ലക്ഷണവിദ്യ ഒന്നും നമുക്ക് ഫലിക്കുകയില്ല. കാരണം കർത്താവിനെ വിളിക്കപ്പെട്ടവരാ, നമ്മൾ മുദ്രയിടപ്പെട്ട